ഇന്നൊരു വെറൈറ്റി റെസിപ്പി എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. എന്നാലും ഇത് മോനിവിടെ തൊണ്ടവേദനയും ഇതൊക്കെയുണ്ട്. പനി ഉണ്ടായിരുന്നു, പിന്നെ പനി കുറഞ്ഞു. തൊണ്ടവേദനയുണ്ട്, ചെവി വേദനയുണ്ട്, തുമ്മലുണ്ട്, ചുമയുണ്ട്. അപ്പം അതിന് പറ്റിയൊരു വൈദ്യം എന്ന് പറയാം. പെട്ടെന്ന് ചെവിയിൽ നിന്നൊക്കെ എന്താ പറയുക, കിളി പോയി എന്നാണ് പറഞ്ഞത്. അത്ര വ്യത്യാസം വരുന്ന ഒരു ഡ്രിങ്കാണെന്ന് പറയാം. ഇത് എൻ്റെ അമ്മൂമ്മയൊക്കെ പണ്ട് ഉണ്ടാക്കി തരുന്നത്. അത്രയും ആവില്ലെങ്കിലും നമ്മളൊക്കെ പണ്ട് ഈ എപ്പോഴും ഒന്ന് വരുമ്പോഴത്തേക്കും അങ്ങനെ ഹോസ്പിറ്റലൊന്നും പോവില്ലല്ലോ. ഇതുപോലെയൊക്കെയല്ലേ. ഇതിലൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ഇടുന്നത് നമ്മുടെ തുളസി, ഇത് കഴുകി വെച്ചതാണ് കേട്ടോ. തുളസി, പനിക്കൂർക്കയുടെ ഇല, ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. തുളസിയും പനിക്കൂർക്കയുടെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെതാ ഇതൊക്കെ ഉള്ളതാണ്. എന്താ, ചുക്കും കുരുമുളകും എല്ലാം കൂടി ഇങ്ങനെ ശർക്കര അടക്കം ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. ഒരു ഫെയറിന് പോയപ്പോൾ വാങ്ങിയതാണ്. അല്ലെങ്കിൽ ചുക്ക് ഇടിച്ചിട്ട് ചുക്ക്, കുരുമുളക് പൊടി, പിന്നെ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര, പനങ്കൽക്കണ്ടുണ്ടെങ്കിൽ അതാണ് നല്ലത്, ഏറ്റവും നല്ലതാണ്. അതുണ്ടെങ്കിൽ അതിടാം, ഇല്ലെങ്കിൽ ശർക്കര ഇടാം. അതും ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയോ കൽക്കണ്ടോ എന്തെങ്കിലും ഇടാം. ബെറ്റർ പനങ്കൽക്കണ്ടാണ്. ഇതൊന്നിടാം. ഇട്ട് കൊടുത്തേ. ചുക്കിൻ്റെ കുരുമുളകിൻ്റെ എരിവുണ്ടെങ്കിൽ കൂടി ഇത് ഞാൻ കുരുമുളക് കൂടെ പൊടിച്ച കുരുമുളക് അത് കുറച്ചും കൂടി ഇടുന്നുണ്ട് കേട്ടോ. തൊണ്ടയ്ക്ക് നല്ല സുഖം കിട്ടും. പിന്നെ അതിന് തന്നെ ഒരു മധുരം ഉണ്ടാവും. ഞാൻ വേറെ മധുരമൊന്നും ചേർക്കില്ല. ഇത് നമ്മൾ ഇളക്കി കൊടുത്ത് സിമ്മിലിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് പകുതിയാക്കണം. ഇതിപ്പോൾ ഞാനിവിടെ എൻ്റെ ചെറിയ അടുപ്പിൽ വച്ചേക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സിമ്മിലൊന്നും ഇടുന്നില്ല. ഇത് തീ പൊതുവെ മറ്റേനേക്കാളും കുറവായിരിക്കുമല്ലോ. വലിയതിലൊക്കെ ഇടുകയാണെങ്കിലാണ് തീ കുറച്ച് ഇങ്ങനെ ഇളക്കി ഇത് ഒരു കപ്പ് എന്നുള്ളത് നമ്മളതിൻ്റെ ഹാഫാക്കി കൊടുക്കും. ഇങ്ങനെ ഇത് ചെറിയ പറ്റാവുന്ന അത്രയും ചൂടിൽ കുടിക്കാം കേട്ടോ. വേണമെങ്കിൽ കുടിക്കുമ്പോൾ നമുക്ക് കാപ്പിപ്പൊടി ഇതിലിട്ട് തിളപ്പിക്കണ്ട, കാപ്പിപ്പൊടി ഇട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം. അതാണ് നമ്മുടെ ഇഷ്ടം. ഇപ്പോൾ എക്സാമാണ്, നാളെ SSLC എക്സാം സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അവന് നല്ല ചെവി വേദനയും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ അവൻ പറഞ്ഞ് ചെവിയൊക്കെ ശരിയായി. അപ്പോൾ ചെറുതായിട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ്സും കൂടി കുടിച്ച് നാളെ എക്സാമിന് പോകണ്ടേ, അതിനാണ്. പിന്നെ വേറൊരു ടിപ്സും കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ മഞ്ഞളിൻ്റെ ഉണങ്ങിയ മഞ്ഞൾ, ശരിക്കും പറഞ്ഞാൽ പച്ചമഞ്ഞൾ ഉണങ്ങിയത് അതാണ് കേട്ടോ. ഇത് കത്തിച്ചേക്കണതാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുടിച്ചിട്ട് ജലദോഷം ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ ആ ജലദോഷം മാറാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ടിപ്സാണിത് കേട്ടോ. ഇതാരെങ്കിലും ഇങ്ങനെ ചെയ്യണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മഞ്ഞപ്പൊടിയാണ് ചിലർ നല്ല കോട്ടൻ്റെ തുണിയിൽ നല്ല മഞ്ഞപ്പൊടി വേണം കേട്ടോ. നമ്മൾ പാക്കറ്റ് മേടിക്കണതല്ല, നല്ല മഞ്ഞപ്പൊടി എടുത്തിട്ട് അത് ഒരു നീളത്തിൽ ഒരു കോട്ടൻ്റെ തുണി മുറിച്ചെടുത്തിട്ട് അതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ട് അത് കത്തിച്ചിട്ട് മണത്ത് കഴിഞ്ഞാൽ നമുക്ക് ജലദോഷമൊക്കെ മൂക്കൊക്കെ തുറന്ന് പെട്ടെന്ന് മാറുമേ. അപ്പോൾ ഇവിടെ നല്ലതല്ല മഞ്ഞപ്പൊടി, മേടിച്ച മഞ്ഞപ്പൊടി ആയതുകൊണ്ട് ഞാനിങ്ങനെ ഉണങ്ങിയ ഇത് ഉണ്ടായിരുന്നു. അപ്പം ഞാനിതെന്താണെന്ന് ചെയ്യാന്ന് വെച്ചാൽ ഇത് കത്തിക്കും. നല്ല മണമാണ് ഇതിൻ്റെ. മഞ്ഞളുടെ മണവും ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിങ്ങനെ ഇളക്കി ആക്കണം. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഞാൻ മഞ്ഞൾ അതിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഒരുമിച്ചാവുമല്ലോ. വേണ്ട, അപ്പോൾ അതിങ്ങനെ കലര് പോലെ ആകുമ്പോൾ നല്ല പുക കിട്ടും. ഞാൻ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ചുവന്നുള്ളി ഇടാമെന്ന് വെച്ച് ചെറുതായി മുറിച്ചതാട്ടോ. കാരണം ഇടാൻ വൈകിയതുകൊണ്ട് കുറച്ച് ചുവന്നുള്ളി ഇടാം. ഞാൻ രാവിലെ ഇട്ടിരുന്നു, പെട്ടെന്ന് ഞാൻ മറന്നു. ഈ വീഡിയോ എടുക്കലെല്ലാം കൂടി ഇപ്പോൾ രാവിലെ പിന്നെ വെളുപ്പിന് തന്നെ ആക്കി കൊടുത്തുകൊണ്ടും അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഇളക്കാം. വെട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നി. കാരണം മിക്ക കൂട്ടുകാർക്കും ഇതുപോലെ തൊണ്ടവേദനയും പനിയൊക്കെ ഉണ്ട്. എക്സാമും അല്ലേ, SSLC എക്സാമല്ലേ. എൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. വറ്റി പകുതി ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ടെടുക്കാം. അരിച്ചിട്ടിടുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കോഫി പൗഡർ ഇടുന്നുണ്ട്. ധരിക്കുക.
ബാക്കി ഞാൻ തന്നെ അരിക്കാട്ടോ, ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് ഇതുപോലെ ഇങ്ങനെ അമർത്തി അപ്പോൾ ആ ചെറിയ ഉള്ളിയുടെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ വരും. ഇത് കറക്റ്റ് ഹാഫായിട്ട് കിട്ടിയിട്ടുണ്ട്. നീ കുടിച്ചു രാവിലെ കുടിച്ചതാണ്. അപ്പുറത്തെ അച്ഛൻ മോനെ പഠിപ്പിക്കണതിൻ്റെ ഇതാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഇടറാ കിളി പോയാ അടുത്ത ആളൊന്നും കുടിക്കണ്ടേ, ടേസ്റ്റ് നോക്കണം, എനിക്ക് മണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട്? നല്ല സുഖമില്ലേ? അപ്പോൾ ഈ തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമുള്ളവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം.